അല്ല, ജാമ്യത്തിന് വിടും. ജാമ്യത്തിന് വിടും. ഉറപ്പാണോ? ഓക്കെ, എല്ലാം അറിയാമോ? എനിക്കറിയില്ല, ഞാൻ ഡ്രൈവ് ചെയ്തിട്ട് ടോം ചാക്കോയുടെ സഹോദരൻ പോലീസ് സ്റ്റേഷനിലേക്ക് പറഞ്ഞില്ലേ, ഞാൻ ചേട്ടനെ എടുക്കാൻ വേണ്ടി വന്നതാണ്. ഇങ്ങോട്ട് വരാന്ന് പറഞ്ഞു വരാൻ വന്നതാണ്. ജാമ്യം കിട്ടി കഴിഞ്ഞാൽ കൊണ്ടുപോകും. ജാമ്യം കിട്ടുമെന്ന് നിങ്ങൾ പറഞ്ഞില്ലേ? ഷൈൻ ടോം ചാക്കോയുടെ സഹോദരനും പിതാവും കൊണ്ടുപോയിട്ടുണ്ടാവായിരിക്കാം. എന്ത് എനിക്കറിയില്ല, എനിക്ക് കൂടുതൽ കാര്യങ്ങൾ ഒരു വർഷം മുമ്പ് നിങ്ങൾക്കറിയായിരുന്നു. ആരാ പറഞ്ഞത്? ഷൈൻ്റെ മൊഴിയാണ് പോലീസിനോട്. ചേട്ടനെ കൊണ്ടുപോയെന്ന് എനിക്കറിയില്ല, ഞാൻ ആ സമയത്ത് വീട്ടിലുണ്ടായിരുന്നില്ല. നിങ്ങൾക്കറിയോ? ഷൈൻ ടോം ചാക്കോയുടെ സഹോദരനും പിതാവും ഇപ്പോൾ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുന്നു. സ്റ്റേഷൻ ജാമ്യം നൽകി ഷൈൻ ടോം ചാക്കോയെ മാനോമിത്ര അവിടെ അന്വേഷിച്ചാൽ അറിയാൻ പറ്റും. നിങ്ങളാരും പോയിട്ടില്ലേ ഡി അഡിക്ഷൻ സെന്ററിൽ? അല്ല, ഡി അഡിക്ഷൻ സെന്ററിലല്ല ഉണ്ടാക്കിയത്. ആക്ച്വലി മാനസികാരോഗ്യ കേന്ദ്രത്തിലാണ് ഉണ്ടാക്കിയത്. എന്നെ സജീറുമായിട്ട് എന്തെങ്കിലും ബന്ധമുള്ളതായിട്ട് അറിയാമായിരുന്നു? ഏത് സജീറാണ്? നേരത്തെ പോലീസ് പറയുന്നത് ഈ കൊച്ചിയിൽ ഒരു ലഹരി ഇടപാട് ആ ഹോട്ടലിൽ ഉണ്ടായിരുന്നു എന്ന് പറയുന്നത്. ഈ സജീറുമായിട്ട് ഷൈൻ എന്തെങ്കിലും ബന്ധമുള്ളതായിട്ട് അറിയാമായിരുന്നോ? എനിക്ക് ഏത് സജീറാണെന്ന് അറിയാതെ പറയാൻ പറ്റില്ല. ഫോട്ടോ ഉണ്ടോ? ഈ സജീർ എന്ന് പറയുന്ന ഒരാൾക്ക് 20,000 രൂപ ഷൈൻ്റെ ഫോണിൽ നിന്ന് കൊടുത്തായിട്ടൊക്കെ പോലീസ് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. ഞാനൊരു 5,000 രൂപ തരാറില്ല. എന്തോ ഒന്നുമില്ല, എല്ലാവരോടും സംസാരിക്കുന്നുള്ളൂ. ഇനി ഇവിടെ എന്താണ് പറയാൻ ചോദിക്കാനുള്ളത്? ഏത് ലഹരിയാണ്? ഏത് ലഹരിയാണ്? ലഹരിയും പ്രശ്നമല്ലേടാ. ഏത് നിങ്ങൾ ലഹരി കഴിക്കാറുണ്ടോ? ഇല്ല. ഒറ്റ ലഹരി? കള്ളടിക്കാറില്ല? സിഗരറ്റ് വലിക്കാറില്ല? ഇല്ല. ചേട്ടനോ? ഇല്ല. ഒന്നുമില്ല. ഇവിടെ ആരും ഒന്നും ചെയ്യാറില്ല. ചേട്ടൻ കള്ളടിക്കാറുണ്ടോ? ലഹരിയാണോ എന്ന് ചോദിച്ചാൽ ഞാനത് അതിപ്പോഴും അങ്ങനെ ബോധ്യപ്പെട്ടോ എന്നുള്ളതാണ് ചോദ്യം. അല്ല, അന്ന് ഹോട്ടൽ ഇറങ്ങി ഓടിയതുമായി ബന്ധപ്പെട്ട ഒരു പ്രതികരണം എടുക്കാൻ താങ്കളോട് അന്ന് വിളിച്ചപ്പോ കണ്ണിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന ഓട്ടം നിങ്ങൾ ചോദിച്ചത് ഇറങ്ങി ഓടിയതിൽ എന്താണ് അഭിപ്രായം ചോദിച്ചത്. ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ഓടണത് എന്താ കുഴപ്പമെന്ന് ചോദിച്ചു. അല്ലേ, ഞാൻ ന്യൂസ് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ന്യൂസ് കാണുന്ന ആളല്ല ഇപ്പോഴും റെഗുലറായിട്ട്. ഞാൻ ഇടയ്ക്ക് പേപ്പർ വായിക്കും, ന്യൂസ് അധികം കാണാറില്ല ഇപ്പോൾ. കാരണം ഞങ്ങളുടെ വീട്ടിൽ കേബിൾ ടി വി ഇല്ല. ഇപ്പോൾ കേബിൾ ടി വി കട്ട് ചെയ്തു. അപ്പം സാമ്പത്തിക ഞെരുക്കം കാരണം കട്ട് ചെയ്തു. അപ്പോൾ ഞാൻ ന്യൂസൊന്നും അറിഞ്ഞിട്ടുണ്ടായില്ല. അപ്പോൾ നിങ്ങൾ ചോദിച്ചത് അത് ഇങ്ങനെയാണ്, ഇറങ്ങി ഓടിയതിൽ എന്താണ് നിങ്ങളുടെ അഭിപ്രായം ചോദിച്ചു. അതിന് ഞാൻ എന്താ അഭിപ്രായം പറയേണ്ടത്? ഓടേണ്ടത് നല്ലതല്ലേ എന്ന് ഞാൻ ചോദിച്ചു. അല്ലേ? മാറും മക്കളെ.